കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പ് വായിച്ചപ്പോൾ തോന്നി അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നി. നിങ്ങളും അഭിപ്രായം പറയണം. ഒരു കാലത്തെ ദരിദ്ര കേരളം സമ്പന്ന കേരളമാക്കിയതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പങ്കുമില്ല. രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയതല്ല ഇന്നത്തെ കേരളം. 1940-55 വരെ കേരളത്തിൽ നല്ല പട്ടിണിയായിരുന്നു. കേരളത്തിലെ 50% ജനങ്ങൾക്ക് 3 നേരം പോയിട്ട് 1 നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതി അന്നുണ്ടായിരുന്നില്ല. കഞ്ഞി, ചമ്മന്തി, ഉണക്കമീൻ ചുട്ടത്, ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും, കപ്പളങ്ങ, കപ്പ, കാച്ചിൽ, ചേന, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, മധുരക്കിഴങ്ങ്, ഉണക്കക്കപ്പ, ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന ഭക്ഷണങ്ങൾ. കഞ്ഞി പോലും വയറ് നിറച്ച് കിട്ടില്ലെന്ന് മാത്രമല്ല 3 നേരവും കിട്ടാൻ പ്രയാസമായിരുന്നു. കല്യാണ വീടുകളിൽ വിശക്കുന്നവരുടെ തള്ളിക്കയറ്റം നിയന്ത്രിക്കാൻ വളരെ പാടുപെടുമായിരുന്നു. എന്തിനേറെ ചേമ്പിൻ തണ്ടും വാഴപ്പിണ്ടിയും വാഴക്കന്നും വരെ വിശപ്പിന് തിന്നിരുന്ന ഒരു കാലമായിരുന്നു അത്. 1950 ശേഷം കേരളീയർ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി തുടങ്ങി. ആദ്യം തമിഴ്നാട്, കർണാടക, ഗോവ, ദില്ലി, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കച്ചവടവും തൊഴിലുമായി അങ്ങനെ കേരളീയർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തുടർന്നു. 3-4 ദിവസം യാത്ര ചെയ്തൊക്കെ നഴ്സുമാരും അധ്യാപകരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോയി തുടങ്ങി. ഈ പലായനം കേരളീയരുടെ പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും ജീവിത നിലവാരത്തിനും കുറച്ചൊക്കെ ആശ്വാസമായി. കുറെ പേര് ബർമ, മലേഷ്യ, കൊളംബോ, സിംഗപ്പൂരിലുമൊക്കെ തൊഴിലന്വേഷിച്ചു പോയി. പിന്നീട് 1975ഓടെ ഗൾഫ് കുടിയേറ്റം ശക്തി പ്രാപിച്ചു. പിന്നെ ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്. പിന്നീട് നാം കാണുന്നത് കേരളത്തിൻ്റെയും കേരളീയരുടെയും മാറുന്ന ഒരു മുഖം തന്നെയാണ്, ഒരു ഉയർച്ച തന്നെയാണ്. പട്ടിണി മാറി, ഓലപ്പുരകളും ഓടിട്ട പുരകളും അപ്രത്യക്ഷമായി, പേക്കോലം മാറി, കേരളം തുടുത്തു. വിദേശ പണം സർക്കാരിനും നേട്ടമായി. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിക്കൊണ്ടിരുന്നു. 90കളുടെ അവസാനത്തോടെ യൂറോപ്യൻ കുടിയേറ്റവും ശക്തി പ്രാപിച്ചു. ആരോഗ്യ പ്രവർത്തകർ കൂട്ടത്തോടെ കേരളം വിട്ടു. ഓരോ വീടുകളിലും അതിൻ്റെതായ മാറ്റങ്ങൾ പ്രകടമായി. അതുവഴി ഓരോ മനുഷ്യരിലും നാട്ടിലും ഉയർച്ചയുണ്ടായി. ഒരു കാലത്ത് മദ്രാസി എന്ന വിളി കേൾക്കാത്ത പ്രവാസി ഉണ്ടായിരുന്നില്ല. ഓരോ മലയാളിയും നാട് വിട്ട് തെണ്ടിത്തിരിഞ്ഞ് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ കേരളം. ഒരു സംശയവും വേണ്ട. നല്ല നാളെ എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ തൊഴിലാളിയും തളികയിൽ വെച്ച് നമുക്ക് തന്നതല്ല ഇന്നത്തെ കേരളം. നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മുടെ കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലം ഇന്നത്തെ നമ്മുടെ കേരളം. 100% സത്യമായ വസ്തുത. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല നമ്മളെ ഇന്നുള്ള ഈ നിലയിൽ എത്തിച്ചത്. അവർ നമ്മളെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ തമ്മിലടിപ്പിച്ചും എന്തിലും എല്ലാത്തിലും അഴിമതി ചെയ്തും കൊള്ളയടിച്ചിട്ടേ ഉള്ളൂ. അവരുടെ ശമ്പളം അവർ ഒന്നിച്ചിരുന്ന് വർദ്ധിപ്പിക്കുന്നു. വിദേശത്ത് പോയി ചികിത്സിച്ചും സ്വന്തക്കാരെ ജോലിക്ക് തിരികെ കയറ്റിയും അവർക്ക് പെൻഷൻ വർദ്ധിപ്പിച്ചും വിദേശ യാത്ര ചെയ്തും യാത്രാബന്ധ വർദ്ധിപ്പിച്ചും ദൂർത്തടിച്ചും വികസനങ്ങളുടെ പേരിൽ കമ്മീഷൻ മേടിച്ചും നമ്മളെ വഞ്ചിച്ചും ഊറ്റിയും നാടിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലും നാടിനു വേണ്ടി ചെയ്യുന്നത് ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പണം കൊണ്ടല്ല. ഓർമ്മിക്കണം, നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ്. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ ബോധ്യം നമുക്കുണ്ടായാൽ മതി. രാഷ്ട്രീയക്കാരും ഭരണകർത്താക്കളും അഹങ്കരിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ പങ്കുവയ്ക്കുക, അഭിപ്രായം പറയുക. രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങികൾ എന്നെ പൊങ്കാലിടുമായിരിക്കും. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.